നമസ്കാരം. സങ്കൽപ്പിക്കുക, ആകാശത്തിന്റെ രാജാക്കന്മാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന, കോടികൾ വിലമതിക്കുന്ന അതിനൂതന യുദ്ധവിമാനങ്ങൾ ഒരു നിമിഷം പോലും പ്രതീക്ഷിക്കാതെ ഒരു കൊച്ചു മിസൈലിന്റെ കെണിയിൽപ്പെടുന്ന കാഴ്ച. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. ഇറാന്റെ പുതിയ സഖർ-1 ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കഴിവുകളും നൂതന സാങ്കേതിക വിദ്യകളും എല്ലാവരെയും അമ്പരപ്പിക്കുന്നതാണ്. വാഷിംഗ്ടണിലും ടെഹ്റാനിലും ഒരേപോലെ ചർച്ചയായി മാറിയിരിക്കുന്നത് ഈ കുഞ്ഞൻ മിസൈലാണ്. അമേരിക്കൻ വ്യോമസേനയുടെ അത്യാധുനിക F-15E പോർ വിമാനത്തെ ലക്ഷ്യമിട്ടതുൾപ്പെടെ നിരവധി നീക്കങ്ങളിൽ ഇറാൻ ഉപയോഗിച്ചത് ഈ പുതിയ ആയുധമാണത്രേ. സഖർ-1 അല്ലെങ്കിൽ SA-67 എന്നും അറിയപ്പെടുന്ന ഈ മിസൈൽ ഇറാന്റെ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ ഉന്നതമായ ഉദാഹരണമായിട്ടാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. പേടിപ്പിക്കുന്ന ഒരു സത്യം എന്തെന്നാൽ, കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്ന ഈ സ്മാർട്ട് മിസൈൽ അതിനൂതന 5ാം തലമുറ വിമാനങ്ങൾക്ക് പോലും വലിയ ഭീഷണി തന്നെയാണ്. സാധാരണ മിസൈലുകളെ പോലെ വിക്ഷേപിച്ച ഉടൻ ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയല്ല സഖർ-1 ചെയ്യുന്നത്. പകരം ആകാശത്ത് ഒരു 8 രൂപത്തിൽ വട്ടമിട്ട് പറന്ന് ഇരയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു കില്ലർ ഇൻസ്റ്റിങ്ക്ട്സ് ഇതിനുണ്ട്. റോക്കറ്റ് ബൂസ്റ്റർ ഉപയോഗിച്ച് പറന്നുയർന്ന ഇത് പിന്നീട് ടാർബോജെറ്റ് എഞ്ചിന്റെ സഹായത്തോടെയാണ് അന്തരീക്ഷത്തിൽ തമ്പടിക്കുന്നത്. ഒരു സ്പൈ സിനിമയിലെ ഉപകരണങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഇൻഫ്രാറെഡ് സീക്കറും ഒപ്റ്റിക്കൽ ലേസർ പ്രോക്സിമിറ്റി ഫ്യൂസും ഉപയോഗിച്ച് ലക്ഷ്യത്തെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ തകർക്കാൻ ഇതിന് നിഷ്പ്രയാസം സാധിക്കും. ഏകദേശം 9 അടി മാത്രം നീളമുള്ള ഈ കൊമ്പനെ റഡാറുകൾക്ക് പെട്ടെന്ന് പിടികൊടുക്കില്ല എന്നതാണ് മറ്റൊരു ഹൈലൈറ്റ്. കാരണം റഡാറുകളുടെ കണ്ണിൽ പെടാത്ത വിധം കുറഞ്ഞ ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നേച്ചർ മാത്രമാണ് ഇത് പുറത്തുവിടുന്നത്. അതിനാൽ പുതിയ യുദ്ധവിമാനങ്ങളിലെ AESA റഡാറുകൾക്ക് പോലും ഇതിനെ തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ്. ആകാശത്ത് ഒരു നിഴൽ പോലെ പറന്ന് ശത്രുവിനെ അറിയാതെ പിന്തുടർന്ന് അവസാനം പണി കൊടുക്കുന്ന ഒരു സൂപ്പർ വില്ലൻ എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. 100 മുതൽ 150 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള സഖർ-1ന് 28,000 അടി ഉയരത്തിൽ വരെ പറക്കുന്ന ഡ്രോണുകളെയും ഹെലികോപ്റ്ററുകളെയും വേഗത കുറഞ്ഞ വിമാനങ്ങളെയും തകർക്കാൻ ശേഷിയുണ്ട്. ലക്ഷ്യസ്ഥാനത്ത് നേരിട്ട് ഇടിച്ചിറങ്ങാതെ തന്നെ അതിന്റെ അടുത്തായി വെച്ച് പൊട്ടിത്തെറിക്കാൻ ശേഷിയുള്ള 22 പൗണ്ട് ഭാരമുള്ള വാർഹെഡാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് കോർ വികസിപ്പിച്ച ഈ ആകാശ പോരാളി ഇപ്പോൾ ഹൂത്തി വിമതരും ഹിസ്ബുള്ളയും ഉപയോഗിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ സൈന്യത്തിന്റെ അഭിമാനമായ F-35 വിമാനം വെടിവെച്ച് വീഴ്ത്തിയെന്ന് ഇറാൻ അവകാശപ്പെട്ടത് ഈ മിസൈൽ ഉപയോഗിച്ചാണെന്നാണ് ലഭിക്കുന്ന വിവരം. ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ അത് പ്രതിരോധ ലോകത്ത് ഒരു ചരിത്ര മുഹൂർത്തമായിരിക്കും. കാരണം ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച ഈ വിമാനം തകർക്കാൻ സാധിച്ചു എന്നത് ഒരു സാധാരണ കാര്യമല്ല. എന്നാൽ F-35 വിമാനം വീഴ്ത്തിയെന്ന ഇറാന്റെ അവകാശവാദം US ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം അവർ വെടിവെച്ച് വീഴ്ത്തിയ യുദ്ധവിമാനത്തിന്റെ പൈലറ്റിനെ കഴിഞ്ഞ ദിവസം അമേരിക്ക രക്ഷിച്ചിരുന്നു. പൈലറ്റിനെ ഇറാന്റെ കയ്യിൽ കിട്ടിയാൽ അത് വെച്ച് അവർ ഒരുപക്ഷെ വില പേശുമായിരുന്നു. എന്നാൽ അമേരിക്ക തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഈ പൈലറ്റിനെ രക്ഷിച്ചെടുക്കുകയായിരുന്നു. അതേസമയം ഗൾഫിലടക്കം ഇപ്പോൾ ഇറാൻ വലിയ തോതിലുള്ള മിസൈൽ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചർച്ച ഒരു വിധത്തിലും ഒരു ഒത്തുതീർപ്പിലേക്ക് പോകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ വ്യാപകമായ ആക്രമണങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്.